ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഡോക്ടറെ ശാലിനി കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. തോളിലാണ് വെടിയേറ്റത്, അതിനു വേണ്ടിയിട്ടുള്ളൊരു സർജറി. ആളിപ്പം നല്ല മയക്കത്തിലാണ്. രാഘവേട്ടാ, നാളെയാണ് വൈദ്യരെ കാണാൻ പോണ്ടത്. ദിവസം മറക്കല്ലേ. ഞാനത് കുറിച്ചു വെച്ചിട്ടുണ്ട് സത്യാമ്മേ. കഴിഞ്ഞ ദിവസം വൈദ്യരെ വിളിച്ച് പറയുകയും ചെയ്തു. ദേ വിഷ്ണു കുഞ്ഞു വന്നല്ലോ. വിഷ്ണു ഇങ്ങ് വാ. ആ മില്ലുകാരൻ ഹൈദ്രോസിന്റെ കയ്യിൽ നിന്ന് നീ പണം തിരിച്ചു വാങ്ങിയോ? ഹൈദ്രോസിന്റെ കയ്യിൽ നിന്ന് നീ പണം വാങ്ങിയോ ഇല്ലയോ? അത് വാങ്ങി. എന്നിട്ടെന്താ നീ പറയാതിരുന്നേ? അത് പിന്നെ അതെന്റെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയി. കളഞ്ഞുപോയിന്നോ? നീ എന്താ കൊച്ചുകുട്ടിയാ? പെൻസിലും പേനയും കളഞ്ഞുപോയെന്ന് പറയുന്ന ലാഘവത്തോടെയാണല്ലോ നീ പണം കളഞ്ഞുപോയെന്ന് പറയുന്നത്. വിഷ്ണു, നീ എന്നോട് ഒത്തിരി കള്ളങ്ങൾ പറയുന്നുണ്ട്. വിഷ്ണു, നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. നിന്റെ ചിന്തകൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിവുള്ളവളാ ഈ അമ്മ. അത് നീ ഓർത്തോണ്ട് വേണം ഓരോ കൂട്ടങ്ങളും ചെയ്തൊപ്പിക്കാൻ. എടാ, എന്നോട് ദേഷ്യപ്പെട്ടാൻ ഞാൻ സഹിക്കും, പക്ഷേ എന്നെ നീ മണ്ടിയാക്കാൻ നോക്കരുത് കേട്ടോ. ഹലോ ഹലോ, വിഷ്ണു സാർ അല്ലേ? ഞാൻ അനുപല്ലവിയ. പറഞ്ഞോ. ഞാനിപ്പോ വരാം. സാർ ഇപ്പൊ വരാന്ന് പറഞ്ഞു. എടാ എടാ വിഷ്ണു, വിഷ്ണു, എടാ പോയി. കണ്ടില്ലേ രാഘവേട്ട, ഞാൻ ചോദിച്ചത് ഇന്ന് രക്ഷപ്പെടാനുള്ള നമ്മുടെ മോന്റെ നെട്ടോട്ട് കണ്ടില്ലേ? പണം നഷ്ടപ്പെട്ടു. അത് അവൻ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കുക. ഹൈദ്രോസ് പണം കൊടുത്തതേ 2 തവണയായിട്ടാ. 2 തവണ. അത് അയാൾ എന്നോട് പറയുകയും ചെയ്തു. ഒരാളുടെ കയ്യിൽ നിന്ന് 2 തവണ പണം നഷ്ടപ്പെടുവോ? പണമല്ലേ എന്റെ ഭാമേ. ആവശ്യം വന്ന ആദർശങ്ങളും മാമൂലുകളൊക്കെ നോക്കി നിൽക്കാൻ പറ്റുമോ? ചിലപ്പോ എടുത്ത് ചെലവാക്കി കാണും. അങ്ങനെയാണെങ്കിൽ അത് എന്നോട് അവൻ പറയണ്ടേ? രാഘവേട്ട, ഈ ബിസിനസിന് ആദ്യം വേണ്ടത് വിശ്വാസം, അല്ലാതെ വഞ്ചനയല്ല. ഈ വിശ്വാസവും വഞ്ചനയൊക്കെ അവിടെ നിൽക്കട്ടെ. അതിലുപരിയേ നീ അമ്മയും അവൻ നിന്റെ മകനുമാ. ആ സ്വാതന്ത്ര്യത്തിന്റെ പേരിലാ അവൻ പണം എടുത്തേക്കുന്നേ. രാഘവേട്ടെ, അവനെ ന്യായീകരിക്കൊന്നും വേണ്ട. ഇതെല്ലാം അവന്റെ അടവാ. അവൻ പണം മറിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചതിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാ അവനിപ്പോ ഫോൺ വന്നതും വെപ്രാളപ്പെട്ട് ഓടിപ്പോയതും. ഞാൻ ചോദിക്കുന്ന ഇതാ രാഘവേട്ട, എന്തിനാ അവനിങ്ങനെ കള്ളം പറയുന്നത്? അല്ല, ഇത്രയും പണത്തിന്റെ ആവശ്യം അവനെന്താ? എനിക്കതാ മനസ്സിലാവാത്തത്. രാഘവേട്ട, എനിക്ക് എന്റെ ബിസിനസ് നടത്തിക്കൊണ്ട് പോണം. അതിന് ആദ്യം വേണ്ടത് കൃത്യമായിട്ടുള്ള കണക്കാ. എനിക്കത് കിട്ടണം. അത് മകനായാലും കൊള്ളാം, അച്ഛനായാലും കൊള്ളാം. അത് ശരി. കേട്ടിലൂടെ പിള്ളേ, ചുമ്മാ ഇരിക്കുന്ന എന്നെ കണക്കിപ്പെടുത്തേക്കുക. അതെന്ത് കാര്യത്തിനാണോ ആവോ? എല്ലാം കണക്കാ, ഒരു വക കണക്ക്.
അനു, ശാലിക്ക് എന്താ? അത് എന്തോന്നും മിണ്ടാത്ത എന്താ പറ്റിയേ? എടോ, എന്തോന്നും മിണ്ടാത്ത എന്താ? ശാലിക്ക് എന്താ? സർ, ഡോക്ടറെ ശാലിനി കുഴപ്പമൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ല. തോളിലാണ് വെടിയേറ്റത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു സർജറി. ആളിപ്പം നല്ല മയക്കത്തിലാണ്. ഡോക്ടറെ, ഞാനൊന്ന് കയറി കണ്ടോട്ടെ? എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി പ്ലീസ് ഡോക്ടറെ. സോറി, അതിപ്പോ അനുവദിക്കാൻ പറ്റില്ല. സർജറി കഴിഞ്ഞാലേ ഉള്ളൂ. മയക്കമൊക്കെ കഴിഞ്ഞൊന്ന് ഉണരട്ടെ, എന്നിട്ട് സാവധാനം കാണാം. സർ, നിങ്ങളിവിടെ ഉണ്ടാവണം. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഓക്കെ സാർ. എന്തായാലും ശരിക്കും അവിടെ നടന്നേ? ആരാ അതിന്റെ പിന്നില്? എങ്ങനെ എന്റെ ശാലിക്ക് വെടിയേറ്റേ? പരത്തിക്കുന്ന് കോളനിയില് ഒരു കുടിയൊഴിപ്പിക്കലിന്റെ ഭാഗമായിട്ട് പോയതാ ഞങ്ങള്. മാണിക്കോത്ത് മഹേന്ദ്രന്റെ മകൻ ശിവൻ. അയാളും കൂട്ടാളികളാ കുടിയൊഴിപ്പിക്കലിന് തടസ്സമായിട്ട് നിന്നത്. എനിക്കറിയേണ്ടത് അതല്ല. ആരാ എന്റെ ശാലിനെ ഷൂട്ട് ചെയ്തേ? അതിന്റെ പിന്നിൽ ആരാ? പറ. ഈ പറഞ്ഞ മഹേന്ദ്രനാണോ അതോ അവന്റെ മകൻ ശിവനാ? അതറിയില്ല. ഈ ശിവനാ മാഡത്തെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നത്. എല്ലാം ചെയ്തൊപ്പിച്ചിട്ട് നല്ല പിള്ള ചമയം വേണ്ടിട്ട് രക്ഷകനായിട്ട് മാറിയതാണോന്നൊന്നും അറിയില്ല. ആ ബഹളത്തിനിടയിൽ നിന്ന് മാഡത്തിന് രക്ഷകനായി മാറിയത് ശിവൻ തന്നെയാ. മാണിക്യോത്ത് മഹേന്ദ്രൻ, മകൻ ശിവൻ. രണ്ടുപേർക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ രണ്ടിനെ ഒഴിപ്പിക്കും ഞാൻ. അല്ല, എന്താ സത്യമേ? പുറത്തുനിന്ന് എന്താ കേട്ടുള്ളത്? അല്ല, ഗേറ്റിന് മുമ്പിൽ ഓട്ടം നിർത്തിയാൽ മതിയെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാ ചോദിച്ചേ. എടാ, ഒച്ച വെക്കാതെ ഞാൻ പറയാം. അത് ശരി, രഹസ്യ? എടാ കമല, നിനക്ക് നിന്റെ ആശാനോട് ഇഷ്ടവും സ്നേഹവും ഒരു ഇത്തിരി കൂടുതലാണെന്ന് എനിക്കറിയാം. നീ അറിയാത്ത ഒരു രഹസ്യം അവനില്ലെന്നും അറിയാം.